കുട്ടികളിൽ കണ്ടുവരുന്ന കൃമി. അതിൽ പല പാരൻസും കംപ്ലൈൻറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാ ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങളും കൊടുക്കുന്നുണ്ട്, നട്ട്സ് കൊടുക്കുന്നുണ്ട്, എന്നിട്ടും കുട്ടി ശരീരം നന്നാവുന്നില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വയറുവേദന, അമിതമായ ക്ഷീണം തോന്നുക. പിന്നെയുള്ളതെന്ന് വെച്ചാൽ ഇന്ന് നന്നായി ഭക്ഷണം കഴിക്കും, നാളെ നന്നായി ഭക്ഷണം കഴിക്കില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും കഴിക്കാൻ തോന്നുക. അപ്പോൾ കൃത്യമായ ഒരു കൺസിസ്റ്റൻസി ഉണ്ടാവില്ല. എന്നാൽ ശരീരം ക്ഷീണിച്ച് വരുന്നതും കാണും. സ്കൂളുകളിൽ പോയി കഴിഞ്ഞാൽ ഒരു ദിവസം പോയി പിന്നെ ഒരു 4-5 ദിവസം ലീവ്, പിന്നെ അടുത്ത ദിവസം പോകും, പിന്നെയും വരും. അപ്പോൾ അവർ പറയും, ഓ ബാക്കിയുള്ള ഏതോ ഒരു കുട്ടിക്ക് അസുഖമുണ്ട്, അതുകൊണ്ട് കുട്ടിക്കും കിട്ടിയതാണ്. പക്ഷേ എന്തുകൊണ്ട് ആ കുട്ടിയിൽ ഇമ്മ്യൂണിറ്റി ഇങ്ങനെ കുറഞ്ഞു എന്നുള്ളത് ആരും നോക്കുന്നില്ല. ആ ഇമ്മ്യൂണിറ്റി ബിൽഡപ്പ് ചെയ്യാൻ ഈ കൃമീനെ കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്യേണ്ട ആവശ്യം. അപ്പം ഒരു ദിവസത്തെ ഒരു മരുന്ന് കൊണ്ട് അതിനെ ഫുള്ളായിട്ട് മാറ്റാൻ പറ്റും എന്നുള്ളൊരു ധാരണ ഒരു മിഥ്യാധാരണയാണ്. അതിനെ കറക്റ്റായിട്ട് ചെയ്യണമെന്നുണ്ട് നിങ്ങൾ നിർബന്ധമായിട്ടും ഈ ഒരു 20 days സൈക്കിൾ ബ്രേക്ക് ചെയ്യാനുള്ള കോപ്പറേഷൻ നിങ്ങൾ ചെയ്യണം. ആ സമയത്ത് നിങ്ങൾ മിൽക്ക് പ്രൊഡക്ട്സ്, എന്ത് മിൽക്ക് പ്രൊഡക്ട്സ് ആണെങ്കിലും അത് കൊടുക്കാതിരിക്കുകയും അതിൻ്റെ കൂടെ കൃത്യമായിട്ട് ഡോക്ടർ സജസ്റ്റ് ചെയ്യുന്ന കൃത്യമായ മെഡിസിൻ കഴിച്ച് ആ 20 days സൈക്കിൾ നിങ്ങൾ കവറപ്പ് ചെയ്യണം. അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുട്ടിക്ക് കൂടെ വരുന്ന അസുഖങ്ങൾ വരാനുള്ള സാധ്യത നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റും.